കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 11. എൻ പാപമൊക്കെയറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവംഭോരുഹാക്ഷ ഹരിനാരായണായ നമഃ. എൻ പാപം ഒക്കെ അറിവാൻ മീൻസ് എൻ്റെ പാപങ്ങളുടെ കണക്കെടുക്കാൻ അഥവാ അവയെ വിലയിരുത്താൻ ധർമ്മപതി ചാരാണ് യമധർമ്മരാജാവ് ചിത്രഗുപ്തനുടെ തൻ്റെ കണക്കെഴുത്തുകാരനായിട്ടുള്ള ചിത്രഗുപ്തൻ്റെ അഥവാ ശരിക്കെന്താ അർത്ഥം, കർമ്മബന്ധനവുമായിട്ട് ഒരു ദേഹത്തിൽ നിന്ന് ഒരു ദേഹത്തേക്ക് കുതിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ പുണ്യപാപ വിവരങ്ങൾ സമ്പൂർണ്ണ ലിഖ്യതഗിരം എന്ത് ഈ പാപങ്ങളുടെ കണക്ക് സമ്പൂർണമായി രേഖപ്പെടുത്തിയിട്ടുള്ള അത് വായിക്കുകയാണ്. അതാണ് ഗിരം എന്ന് പറഞ്ഞ് വാക്കു കേട്ട്. അതായത് ചിത്രഗുപ്തൻ ഈ സൂക്ഷ്മ ശരീരമായിട്ട് വന്ന ആളുടെ പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും കണക്ക് വായിച്ച് കേൾപ്പിക്കുകയാണ് യമധർമ്മരാജാവിനെ. അതാണ് ലിഖ്യത ഗിരം എന്ന് പറഞ്ഞത്. ഗിരം ച വാക്ക് കേട്ട് എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവ് എൻ്റെ പാപഫലം ഒക്കെ കേട്ട് അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഡിസിഷൻ എടുക്കുമ്പോഴേ അത് നോക്കി കണ്ട് കണക്കാക്കുമ്പോൾ ഹേ അംഭോരുഹാക്ഷ താമരക്കണ്ണ തുണ എൻ്റെ അരികിൽ എനിക്ക് സഹായമായിട്ട് നിൽക്കണേ നാരായണ നമസ്കരിക്കുന്നു. അങ്ങനെ എന്നെ സഹായിക്കാൻ നമസ്കരിക്കുന്നു. എന്താച്ചാൽ അതായത് എന്താ പറയണ വെച്ചാൽ എന്നാൽ ചെയ്ത ഓരോ എന്നാൽ ചെയ്ത ഓരോ പാപങ്ങളെയും പുണ്യങ്ങളെയും അറിയാൻ വേണ്ടിയിട്ട് ചിത്രഗുപ്തൻ തൻ്റെ കണക്ക് പുസ്തകം അപ്പപ്പം എഴുതിയത് കണക്ക് പുസ്തകം എടുത്ത് കണക്ക് യമധർമ്മരാജാവിന് വായിച്ചു കൊടുക്കുകയാണ്. അത് വായിച്ച് കേട്ടിട്ട് തക്ക ശിക്ഷ കൽപ്പിക്കുന്ന ആളാണ് യമധർമ്മരാജാവ്. തക്ക ശിക്ഷ കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ നാരായണ എന്നെ തുണയ്ക്കണേ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ്. അതായത് പുരാണങ്ങളിലൊക്കെ അങ്ങനെ പറയൂലോ, പിന്നെ നമ്മൾ മരിച്ചു പോയ ചിത്രഗുപ്തനാണ് നമ്മളെ പാപപുണ്യങ്ങളുടെ കണക്ക് എഴുതിയെന്ന്. അത് നോക്കിയിട്ടാണ് യമൻ നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ലെങ്കിൽ ഏത് ജന്മം എടുക്കേണ്ട തീർച്ചയാക്കിയിട്ട് അങ്ങോട്ട് അയക്കണമെന്നൊക്കെ നമ്മൾ പറയും. അപ്പം ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ചിത്രഗുപ്ത അതൊക്കെ ഭാവനയാണ് എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ വിരോധമൊന്നുമില്ല, ചിത്രഗുപ്തൻ ഉണ്ടെന്ന്. പക്ഷേ ശരിക്കും അതിൻ്റെ ശരിക്കും അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഈ സ്ഥൂല ശരീരം വിട്ട്, അതായത് മരണം, അതാണല്ലോ സ്ഥൂല ശരീരം വിട്ടിട്ട് സൂക്ഷ്മ ശരീരം പോണതിനാണ് നമ്മൾ മരണം പറയണം അല്ലേ. ഈ സ്ഥൂല ശരീരം വിട്ട് ഈ ഗ്രോസ് ബോഡി വിട്ടിട്ട് ആ സട്ടിൽ ബോഡി സൂക്ഷ്മ ശരീരം പിന്നെ ആ കർമ്മബന്ധനം അനുസരിച്ചിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വേറെ ജന്മം എടുക്കണേ. അപ്പം ശരിക്കും പറയാ വെച്ചാൽ ഈ സൂക്ഷ്മ ശരീരം എന്താണ് പിന്നെ ഉണ്ടാവണമെന്നുള്ളത് തീർച്ചയാക്കണ സമയത്ത് അങ്ങ് എൻ്റെ തുണയായിട്ട് നിൽക്കണേ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒന്ന് വിചാരിക്കാം, എന്താ അറിയോ, നമ്മൾ ഈ എന്താ പറയുക പിന്നെ സ്ഥൂല ശരീരം വിടുന്ന സമയത്ത് ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ശരിക്ക്. കാരണം മരണസമയത്ത് ഭഗവാനെ വിചാരിച്ചാൽ പിന്നെ നമ്മൾ ഭഗവാനിലെത്തും. എന്താ വിചാരിക്കണ വെച്ചാൽ അവിടെ എത്തുമല്ലോ, അങ്ങനെയല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം മരണസമയത്ത് നിന്ന് നാമം ജപിക്കാൻ ഇടവരണേ. അതായത് ഒരു ഭഗവൻ നാമം അങ്ങനെ ഒരു പറയലുണ്ടേ. അത് പിന്നെ എന്താ പറയുക, ആഞ്ഞം പറഞ്ഞിട്ടുണ്ട് ആഞ്ഞത്തിൻ്റെ ഒരു പുസ്തകത്തിൽ കേട്ടോ. ഒരു ഭഗവൻ നാമം എത്ര പാപങ്ങളെ കളയുമോ അത്രയും പാപം ഒരാൾക്കൊരായസ്സിൽ ചെയ്യാൻ കഴിയില്ല എന്ന് വിഷ്ണു രഹസ്യം എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ. ആഞ്ഞം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിഷ്ണു രഹസ്യം പുസ്തകത്തിൽ പറയുന്നുണ്ട് അത്രേ.
ഒരു ഭഗവൻ നാമം എത്ര പാപങ്ങളെ കളയോ അത്ര പാപം ചെയ്യാൻ ഒരു മനുഷ്യായുസ് പോരാന്ന്. അത്രയ്ക്ക് അതിൻ്റെ അർത്ഥം എന്താ ശരിക്ക്? അത്ര പുണ്യമാണ് നാമം ജപിക്കുക. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഈ എന്ത് പറയുകയാണ്, സ്ഥൂല ശരീരം വിട്ടു പോണ സമയത്ത് എനിക്കൊരു ഭഗവൻ നാമം ജപിക്കാൻ സാധിക്കണേ. അമ്പോരു ഹാക്ഷാന്ന് ജപിച്ചാലും മതി, നാരായണാന്ന് ജപിച്ചാലും മതി, അല്ലേ? അപ്പോൾ പുരാണ സങ്കല്പത്തിലൊക്കെ യമധർമ്മരാജാവാണല്ലോ മനുഷ്യരുടെ പുണ്യപാപങ്ങളെയൊക്കെ വിലയിരുത്തി പുണ്യപാപ ഫലങ്ങൾ നൽകുന്ന ആൾ. ആ ദേവൻ്റെ കണക്കെഴുത്തുകാരനാണ് ചിത്രഗുപ്തൻ, നമുക്ക് പ്രസിദ്ധമാണല്ലോ. ആ ചിത്രഗുപ്തൻ തെറ്റുകുറ്റങ്ങളൊക്കെ വായിക്കുന്നത് കേട്ട ശിക്ഷ നിശ്ചയിക്കണതിന് മുമ്പ് തന്നെ ചെന്താമരക്കണ്ണ എന്നെ സഹായിക്കണേന്നാണ്. ഈ പാപനാശത്തിന് ഒന്നും കൂടി അർത്ഥമുണ്ട്. ഈ പാപങ്ങളൊക്കെ നശിക്കാൻ, ഞാൻ ചെയ്ത പാപമൊക്കെ നശിക്കാൻ ഭഗവാനെ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ. കാരണം നമ്മുടെ അന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ പാപവും ദുരിതവും ഒക്കെ തീരും. പക്ഷെ അതിന് തോന്നണ്ടേ? അങ്ങനെ ശരണാഗതി അടയാൻ മരണസമയത്ത് ശരണാഗതി അടയാൻ എന്നെ അനുഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ ഈ പുണ്യപാപങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കെന്താ? നമ്മുടെ കർമ്മം ബന്ധനം കൊണ്ടാണ് നമ്മൾ പുണ്യം പാപമൊക്കെ ചെയ്യണത്, ഈ വാസനകളെ കൊണ്ടല്ലേ. അപ്പോൾ പുണ്യപാപങ്ങൾ വെച്ചാൽ കർമ്മഫലം തന്നെയാണ്. രണ്ടും ബന്ധം തന്നെയാണ്. അതായത് പുണ്യമായാലും നമുക്ക് ആ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ജനിക്കണം, പാപമായാലും പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ജനിക്കണം. അപ്പോൾ നമ്മൾ പറയും പുണ്യം എന്നുള്ളത് സ്വർണ്ണച്ചങ്ങലയും പാപം ഇരുമ്പ് ചങ്ങല, അത്രേ വ്യത്യാസമുള്ളൂ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നുള്ള പോലെയാണ്. അതായത് സ്വർണ്ണച്ചങ്ങല കൊണ്ട് കെട്ടിയാലും ബന്ധനം തന്നെയാണ്, ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയാലും ബന്ധനം തന്നെയാണ്. അപ്പോൾ പുണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണച്ചങ്ങളുകളുടെ ബന്ധനമാണ്. കാരണം സ്വർഗത്ത് പോവും, സ്വർഗത്തിലത്തെ അനുഭവങ്ങൾ കഴിഞ്ഞാൽ ആദ്യം ജനിക്കണം, അതൊന്നും ശാശ്വതമല്ല. പാവായ നരകത്ത് പോവും, നരകത്തിലത്തെ അനുഭവം കഴിഞ്ഞാൽ ആദ്യം മനുഷ്യനായി ജനിക്കണം. അപ്പോൾ നരകത്തിലത്തെ ദുരനുഭവങ്ങളും സ്വർഗത്തിലത്തെ സുഖാനുഭവങ്ങളും ഒന്നും ശാശ്വതമല്ല, പിന്നെയും വരണം, ജനിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്വർണ്ണച്ചങ്ങല ഇരുമ്പ് ചങ്ങല എന്ന് പറയുന്നത്. കാരണം രണ്ടും ബന്ധനം തന്നെയാണ്. ഈ സ്ഥൂല ശരീരത്തിലും ഈ സ്ഥൂല ശരീരത്തിനും അതെ. നമുക്ക് സുഷുപ്തിയിൽ നമ്മൾ പറഞ്ഞല്ലോ അജ്ഞാനം, അതായത് നമ്മൾ സുഷുപ്തിയിൽ മോക്ഷം കിട്ടണില്ലല്ലോ, പിറ്റേ ദിവസം ആദ്യം രാവിലെ നീക്കണ്ട. അപ്പോൾ അജ്ഞാനമുണ്ട് നമുക്ക്. ആ അജ്ഞാനം മറയാണ് അത്രേ നമ്മൾ കാരണശരീരം എന്ന് പറയുക. സുഷുപ്തിയിലത്തെ ആ അജ്ഞാനത്തോടുകൂടി നിൽക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള ശരീരത്തിനെയാണ് അത്ര കാരണശരീരം എന്ന് പറയുക. അതായത് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അടങ്ങിയിരുന്നല്ലോ സുഷുപ്തിയിൽ. അപ്പം അതൊക്കെ അടങ്ങിയിട്ട് ആ അതിസൂക്ഷ്മം സട്ടിൽ മോസ്റ്റ് ശരീരം, അതിനെയാണ് അത്ര കാരണശരീരം എന്ന് പറയുക. അതായത് അജ്ഞാനം മറയാണ് ആ കാരണശരീരം എന്ന് പറയണത്. അപ്പോൾ ആ സ്ഥൂല ശരീരത്തിനും ഈ അജ്ഞാനമറയായിട്ടുള്ള കാരണശരീരത്തിനും കർമ്മബന്ധനമൊന്നുമില്ല. ആർക്കാ കർമ്മബന്ധനം ഉള്ളത്? കർമ്മബന്ധനം മുഴുവൻ ഈ സൂക്ഷ്മ ശരീരത്തിലാണ്. അപ്പോൾ നമ്മളെ ഈ സ്ഥൂല ശരീരം വിട്ടു പോണ സമയമുണ്ടല്ലോ, മരണത്തോടെ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും അടങ്ങുന്ന ഈ സൂക്ഷ്മ ശരീരം മറ്റൊരു ശരീരം തേടിയിട്ട് പോയിട്ട് മറ്റൊരു സ്ഥൂല ശരീരം സ്വീകരിക്കുകയാണല്ലോ ജനനം, അല്ലേ? മരണം എന്താ വെച്ചാൽ ഈ സ്ഥൂല ശരീരം വിട്ടു പോവും. എന്നിട്ട് നമ്മുടെ മനസ്സും അന്ധകരണവും അന്ധകരണത്തിലത്തെ മനസ്സും ചിത്തവും ബുദ്ധി അഹങ്കാരവും അടങ്ങുന്ന സൂക്ഷ്മ ശരീരം വേറൊരു സ്ഥൂല ശരീരം സ്വീകരിക്കണേനാണ് നമ്മൾ ജനനം പറയണതേ. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിലത്തെ മനസ്സിൻ്റെയും ചിത്തത്തിൻ്റെയും സങ്കല്പവും വാസനയും അനുസരിച്ചാണ് പുതിയ ശരീരം നമ്മൾ എടുക്കുന്നത്. മരണസമയത്തെ സങ്കല്പങ്ങളും വാസനയും ആണ് സൂക്ഷ്മ ശരീരത്തിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഈ സൂക്ഷ്മ ശരീരത്തിലെ ആ കർമ്മ ബന്ധനങ്ങളാണ് ചിത്രഗുപ്തൻ ആർക്ക് വായിച്ച് കേൾപ്പിക്കണ? യമധർമ്മരാജാവിന്. അപ്പോൾ എന്തായാലും കാലം കൊണ്ട് ഫലം അനുഭവിക്കുന്നു. അതുകൊണ്ടാണത്രേ കാലം വരുമ്പോൾ നമ്മൾ അനുഭവിക്കും, നല്ല ഫലവും ചീത്ത ഫലവും. അതുകൊണ്ടാണത്രേ ഈ നമുക്ക്
പാപങ്ങളുടെ അനുഭവം തരുന്ന ആളെ കാലൻ എന്ന് പറയാൻ കാരണം, കാലം കൊണ്ട് നമ്മളെ പുണ്യപാപങ്ങൾ അനുഭവിപ്പിക്കുന്ന ശക്തി ആയതുകൊണ്ടാണ് കാലൻ എന്നുള്ള പേര് വന്ന യമധർമ്മരാജാവിന്, അല്ലേ? കാലം കൊണ്ട്. അപ്പോൾ ഒരു കർമ്മം ചെയ്താൽ ഉടനെ ചിലപ്പോൾ നമ്മൾ പുണ്യം അനുഭവിക്കില്ല, ഒരു പാപം ചെയ്താൽ ഉടനെ അതിൻ്റെ ഫലം അനുഭവിക്കില്ല. കാലം വരുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും. അത് നമ്മളെ പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളെ കാലം വരുമ്പോൾ നമുക്ക് തരുന്ന ശക്തി ആയതുകൊണ്ടാണ് യമധർമ്മരാജാവിനെ കാലൻ എന്ന് പറയണത് എന്നർത്ഥം. അപ്പം നമ്മൾ ഒരു കാര്യം വളരെ ഇതിൽ പ്രധാനം എന്താ വെച്ചാൽ, ഈ ഒരു ശ്ലോകം കൊണ്ട് അതും കൂടി ഇതിൽ ഉള്ളിൽ ഒരു ധ്വനിയായി പോലെ ഉണ്ട്. എന്താ വെച്ചാൽ മരണസമയത്തെ സങ്കല്പവാസനകളനുസരിച്ചാണ് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത ജന്മം ഏതാണെന്ന് തീരുമാനിക്കണത്, അല്ലേ? മരണവേളയിൽ ആരാണ് ഈ അംഭോരുഹാക്ഷനെ, ഈ അംഭോരുഹാക്ഷനല്ലേ വിളിച്ചിരിക്കണേ, അതായത് ചെന്താമരക്കണ്ണനെ, ആരാണ് മരണവേളയിൽ ഈ ചെന്താമരക്കണ്ണന് സ്മരിക്കുന്ന, അപ്പോൾ ആ ആൾക്ക് പിന്നെ ദുരിതങ്ങളെല്ലാം ഇല്ലാണ്ടാവും. ഈ ചെന്താമരക്കണ്ണനെ മരണസമയത്ത് സ്മരിച്ചാൽ ചിത്രഗുപ്തൻ മുമ്പ് എഴുതി വെച്ച പാപങ്ങളുടെ കണക്കൊക്കെ മാഞ്ഞ് ആത്മാവിന് അങ്ങോട്ട് മോക്ഷം കിട്ടും, പിന്നെ ജനിക്കാനേ ഇടവരുന്നില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ഭഗവാനെ വിചാരിക്കാൻ സാധിക്കലാണ് പാപകർമ്മങ്ങളെ മാറ്റൽ. അതുകൊണ്ടാണ് ഭഗവാൻ തുണയായിട്ടുണ്ടാവണേന്ന്, ഭഗവത് സ്മരണ ഉണ്ടാവണേന്ന് എന്ന് പറഞ്ഞത്. അതായത് മരണസമയത്ത് ഓർമ്മിക്കാനും വേണമല്ലോ ഭഗവത് കൃപ, അല്ലേ? മരണസമയത്ത് ഓർമ്മിക്കാനൊരു ഭാഗ്യം വേണ്ടേ? നോക്കൂ, അജാമിളൻ്റെ കഥയിൽ എന്തുകൊണ്ടാണ് അജാമിളിന് അങ്ങനെ സാധിച്ചത്? ഈവൻ ദോ 10-26 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അജാമിളൻ ഒരു വേശ്യാസ്ത്രീയുടെ കൂടെയൊക്കെ സ്വന്തം അച്ഛനെയും അമ്മയും ഭാര്യയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് മറന്ന് പോയി ജീവിച്ചു. എന്നിട്ട് വയസ്സായപ്പോൾ പക്ഷേ എന്താ ആ ജന്മത്തിൽ 10-25 വയസ്സ് വരെ ചെയ്ത പുണ്യം കൊണ്ടും അതിന് മുമ്പുണ്ടായിരുന്ന ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടും ആ വാസന നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാഗ്യത്തിന് അവസാനത്തെ മകന് നാരായണ എന്ന് പേരിടാൻ ഉള്ള ഭഗവത് കൃപ ഉണ്ടായി. എന്ന് മാത്രമല്ല, ആ നാരായണന് വലിയ സാരായിരുന്നല്ലോ. അപ്പോൾ മരണസമയത്ത് ഈ യമകിങ്കരന്മാർ വന്നപ്പോൾ പേടിച്ചിട്ട് നാരായണ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഈശ്വര കൃപ ഉണ്ടാവണം. ആ ഈശ്വര കൃപ ഉണ്ടെങ്കിൽ എത്രയോ കാലത്തെ ഈശ്വര സ്മരണ വേണം. അപ്പോൾ അജാമിളൻ കുറച്ച് കാലം അതിന്ന് മാറി നിന്നു വെച്ചാലും അത്ര സുഹൃതം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് സാധിച്ചത്. അപ്പം നമുക്കങ്ങനെ മരണസമയത്ത് ഓർമ്മിക്കണമെങ്കിൽ നമുക്ക് വളരെ പ്രാക്ടീസ് വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആലോചിച്ച് നോക്കുക, എപ്പോഴും ഞാനതിനെപ്പറ്റി ആലോചിക്കും. എന്താ വെച്ചാൽ ഗാന്ധിജിക്ക് ആ വെടി ഇങ്ങോട്ട് കൊണ്ടുല്ലോ, വെടി കൊണ്ടപ്പോൾ അയ്യോ എന്നൊന്നുമല്ല പറഞ്ഞ്, ഹേ രാം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അദ്ദേഹം ഓൾ ഹിസ് ലൈഫ് ഇങ്ങനെ നാമം ജപിച്ച് ശീലിച്ചുവേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ആ വേദനിച്ച് പൊളഞ്ഞങ്ങട് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് വെടി കൊണ്ടപ്പോൾ ഹേ രാം എന്ന് പറയാൻ സാധിക്കണം വെച്ചാൽ ഒരു അത്ഭുതം. സാധാരണ എല്ലാവരും അയ്യോന്നോ വേറെ അമ്മയെന്നോ അങ്ങനെയൊക്കെ വിളിക്കുകയല്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ വീഴാൻ പോയാലും കൂടി അതെ, അല്ലേ? അല്ലെങ്കിൽ വേദനിച്ച് അയ്യോ എന്നൊക്കെ പറയല്ലേ നമ്മൾ, അല്ലേ? അപ്പം ശരിക്കും നാരായണ എന്ന് പറയല്ലേ വേണ്ട. അതുകൊണ്ടാണല്ലോ നമ്മൾ തുമ്പുമ്പോൾ ഹരികൃഷ്ണ എന്നൊക്കെ പറയണത്. കാരണം അങ്ങനെ നമ്മളെ എപ്പോഴും ഭഗവത് നാമം വായയിൽ വരാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവണം. അതിന് ഈശ്വര കൃപ തന്നെ വേണം കേട്ടോ. ഈശ്വര സ്മരണയല്ലാതെ മറ്റാഗ്രഹങ്ങളും വാസനകളും രാഗദ്വേഷങ്ങളും നിറഞ്ഞ മനസ്സോടെയാണ് മരിക്കണത് ചോട്ടെ. ഈശ്വര സ്മരണ ഒട്ടുമില്ല. മറ്റ് പല ആഗ്രഹങ്ങളും വാസനകളും രാഗദ്വേഷങ്ങളും നിറഞ്ഞ മനസ്സാണ് നമ്മൾ മരിക്കണ സമയത്ത് വെച്ചാൽ ആ മനസ്സിൽ അപ്പുണ്ടായിരുന്ന ആഗ്രഹങ്ങളുടെ സാഫല്യത്തിന് വേണ്ടിയുള്ള ജന്മം ആണ് പിന്നെ ലഭിക്കുക, അല്ലേ? ബാലകൃഷ്ണൻ നായർ സാർ നല്ലൊരു ഇത് കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. യത് കാമസ്തത് ക്രതുർഭൂത്വ കൃതം ത്വജ്ഞ പ്രപദ്യതേ യഥാ സ്വാത്മദൃശ കാമാഹ പ്രമുച്യന്തേ മൃതസ്തതാന്ന്. അതായത് അജ്ഞാനി, അതായത് അറിവില്ലാത്ത ആള്, ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആള് തൻ്റെ വാസനയ്ക്ക്
യോജിച്ച സങ്കല്പത്തോടു കൂടി ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ജനിക്കണു. ഇതിനെപ്പറ്റി ഒരു ബോധം അവയർനെസ് ഇല്ലാത്ത ഒരാളെ ഈശ്വരനെ വിചാരിക്കണം, പറ്റുന്നിടത്തോളം ഈശ്വരനെ വിചാരിക്കണം എന്നൊന്നും അറിയാത്ത ഒരു അജ്ഞാനിയും നിർഭാഗ്യനും എന്താ ചെയ്യണേ? തൻ്റെ എത്രയോ ജന്മങ്ങളായിട്ടുള്ള വാസന അനുസരിച്ചിട്ട് ഓരോന്ന് മനസ്സിൽ വരും, അതൊക്കെ ചെയ്യും. ഒക്കെ ആഗ്രഹത്തോടു കൂടി ഫലാപേക്ഷയോടു കൂടി ചെയ്യും. എന്നിട്ട് ഇങ്ങനെ കർമ്മബന്ധന, അപ്പോൾ കർമ്മബന്ധനല്ലേ, അതനുഭവിക്കാതെ ജനിക്കുക. അങ്ങനെ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയുന്നു അജ്ഞനായിട്ട് നിർഭാഗ്യവാനുമായിട്ടുള്ള ഒരാളെ ഈശ്വരനെ സ്മരിക്കാതെ. പക്ഷേ ഈശ്വരസ്മരണ നിലനിർത്തിയിട്ട് ആത്മവിചാരം ചെയ്ത ഒരാളുടെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതെയാവും. ഈശ്വരസ്മരണയോടുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധി വന്ന് ആ നല്ല മനസ്സിൽ തത്വവിചാരം ചെയ്ത് ഇരിക്കുന്ന ഒരാളുടെ കാമങ്ങളൊക്കെ ഒടുങ്ങും. അപ്പം മരണസമയത്ത് അയാൾക്ക് ഭഗവാനെ മാത്രമേ വേണ്ടൂ, വേറൊരാഗ്രഹമില്ല. അപ്പോൾ അയാൾ മരണസമയത്ത് ഭഗവാനെ തന്നെ സ്മരിച്ച് മരണം വരിക്കും. അപ്പം എന്താ ഉണ്ടാവുക? അപ്പോൾ നല്ല വളരെ മരണം കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരത്തിൽ പിന്നെ ആ പാപകർമ്മ ബന്ധനം തീരെ നശിച്ച് ഭഗവാനിൽ തന്നെ പോയി ചേരാൻ പറ്റും. അതായത് ഒരു മുമുക്ഷു, അതായത് മോക്ഷം അർഹിക്കണ ഒരാൾക്ക് പാപവും പുണ്യവും ബന്ധനാണ്. മോക്ഷത്തിന് പാപവും പാടില്ല, പുണ്യവും പാടില്ല. പുണ്യം മാത്രം ചെയ്തിട്ട് മോക്ഷം കിട്ടില്ല. കാരണം പുണ്യം ചെയ്താൽ സ്വർഗത്ത് പോവും, ആ പുണ്യഫലം അനുഭവിക്കും. കാരണം ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്തത്. ആഗ്രഹത്തോടു കൂടി ചെയ്ത എല്ലാ കർമ്മങ്ങളും നല്ലതാണെന്ന് വെച്ചാലും ആ ഫലം അനുഭവിക്കണേ. അതാണ്, നിർത്തിയില്ല. അപ്പോൾ ഒരു മുമുക്ഷു, അതായത് ഒരു മോക്ഷാർത്ഥിക്ക് പാപച്ചങ്ങലയും പുണ്യച്ചങ്ങലയും ഒരുപോലെ മോക്ഷത്തിന് തടസ്സമാണ്. അതായത് പാപമായാലും പുണ്യമായാലും ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഒന്ന് സ്വർണ്ണമാണ്, ഒന്ന് വ്യത്യാസമുള്ളൂ. അതാണ്. അപ്പോൾ ഈ എപ്പോഴും അത് നമുക്ക് ബോധം വേണം. എന്തായാലും ഞാൻ എന്ത് ചെയ്യണതും ഈശ്വരാർപ്പണമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണേ. അതായത് ഫലാപേക്ഷയോടുകൂടി അല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണേ. അങ്ങനെ ഞാൻ ചെയ്താൽ ആ കർമ്മങ്ങളുടെ ബന്ധനം എനിക്കുണ്ടാവില്ല. അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്ത് എനിക്ക് ചിത്തശുദ്ധി വരുമ്പോൾ, എനിക്ക് തത്വവിചാരം ചെയ്ത് ജ്ഞാനം ഉദിക്കുമ്പോൾ എൻ്റെ എല്ലാ സഞ്ചിത കർമ്മങ്ങളും എല്ലാ ആഗാമിക കർമ്മങ്ങളും നശിക്കും. പിന്നെ ആ പ്രാരബ്ധം മാത്രം ആ ദേഹം വീണ വരെ അതിലിരിക്കണം. പക്ഷേ ജീവൻ മുക്തനായിട്ട് ദേഹത്തിലിരിക്കാം. അപ്പം അതിനെപ്പറ്റി നമ്മൾ വളരെയധികം നല്ലോണം അവയർനെസ് ഉണ്ടെങ്കിലേ നമുക്ക് എപ്പോഴും മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് ഭഗവാനെ തന്നെ പ്രാർത്ഥിപ്പിക്കാൻ, മനസ്സിനെ ശാസിക്കണമെങ്കിൽ അറിവ് വേണമല്ലോ. അതാണ് മറ്റേ പറഞ്ഞത്, അജ്ഞനായിട്ടുള്ള ഒരാൾ അതിനു വേണ്ടി ശ്രമിക്കാണ്ട് വാസനകളനുസരിച്ച് ജീവിച്ച് ജനനമരണ ചക്രത്തെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോഴാണ് ഭഗവത് കൃപ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മനസ്സ് വരണ വെച്ചാൽ അപ്പം ഭഗവാനെ പറ്റുന്നത്ര സ്മരിച്ച്, എന്നാലും ജന്മങ്ങൾ വേണ്ടിയും എങ്കിലും നമുക്ക് അത്രയും മുമ്പിലേക്ക് പോകുമല്ലോ, അല്ലേ? അപ്പോൾ ആ മരണസമയത്ത് എനിക്ക് തുണയായി ഭവിക്കണേന്ന് പറയണതിന് ഇങ്ങനൊരർത്ഥം കൂടി ഉണ്ട്. അതായത് മരണസമയത്ത് എനിക്ക് അങ്ങയെ സ്മരിക്കാൻ സാധിക്കണേ. അതിന് പിന്നെ വേറൊരർത്ഥം എന്താ? മരണസമയത്ത് അങ്ങയെ സ്മരിക്കാൻ സാധിക്കണം എന്ന് വെച്ചാൽ എനിക്ക് ജീവിതം മുഴുവൻ അങ്ങയെ സ്മരിക്കാൻ സാധിക്കണേ. അപ്പം എന്താ പിന്നെ? അപ്പോൾ ജന്മസാഫല്യമായി അല്ലേ? ജന്മസാഫല്യം എന്താ? ഭഗവാനെ പ്രാപിക്കുക. ജീവിതം മുഴുവൻ എനിക്കങ്ങനെ സാധിക്കണേ. അത് കഴിഞ്ഞ് മരണസമയത്തും സാധിക്കണേ. അപ്പം എനിക്ക് തുണയായിരിക്കണേ. ആ സൂക്ഷ്മ ശരീരത്തിലത്തെ എല്ലാ പുണ്യപാപങ്ങളെയും തുടച്ച് നീക്കാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി ചൊല്ലി ഇവിടെ അവസാനിപ്പിക്കാം. ഈ 11ാമത്തെ ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം. അത് എന്താ പറയുക, ഇതിൽ നോക്കുക, ഗണപതയേന്ന് എത്തിയപ്പോൾ നമ്മളെ എന്നാണ് ശരിക്ക്
എന്നാണ് കേട്ടോ. പക്ഷേ ഗണപതയേ എന്നല്ലേ, ഹരിശ്രീ ഗണപതയേ എന്ന് വരെ എത്തി നമ്മൾ. അപ്പോൾ ശരിക്ക് എൻ പാപം എന്നാണെങ്കിലും ഗണപതയേ എന്നുള്ളതിലത്തെ യാ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പിന്നെ എന്താണ് എഴുത്തച്ഛൻ തുടങ്ങിയത്, എന്നല്ല. എൻ പാപമൊക്കെയറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി, എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവംഭോരുഹാക്ഷ ഹരിനാരായണായ നമ. അപ്പം എൻ പക്കലുള്ള ദുരിതം എന്താ? നമ്മുടെ ഈ കർമ്മബന്ധനം. അത് കണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നമുക്കും കൂടിയുള്ള പ്രാർത്ഥന തന്നെയാണ് എല്ലാ ശ്ലോകങ്ങളും. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.